ഇടവം രാശി. ഇടവം രാശിയുടേതായ കംപ്ലീറ്റ് ലൈഫിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതായത് മൊത്തമായിട്ട് നിങ്ങളുടേതായ ഒരു ലൈഫ് എങ്ങനെയായിരിക്കുമെന്നുള്ള ഒരു നോട്ടമാണ്. എല്ലാവരും കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഈ ഒരു വീഡിയോ കേൾക്കാനായിട്ട് ശ്രമിക്കുക. സമയമില്ലാത്തവർ കിട്ടുന്ന പകുതി കേട്ടതിന് ശേഷം ബാക്കി പിന്നീട് എപ്പോഴേക്കും കേൾക്കാനായിട്ട് ശ്രമിക്കുക. കാലചക്ര രാശിയുടെ രണ്ടാം ഭാവമായിട്ടാണ് ഇടവം രാശിയുള്ളത്. അപ്പോൾ ഈ രാശിക്കുള്ളിൽ തന്നെയാണ് ചന്ദ്രൻ പൂർണ്ണ ബലം പ്രാപിച്ച് വരുന്നതും. അതുകൊണ്ട് തന്നെ ഇവർക്ക് എപ്പോഴും അമ്മയോട് വളരെയധികം സ്നേഹ വാത്സല്യങ്ങൾ ഉള്ള വ്യക്തികളായിരിക്കും. ചെറിയ ഒരു വിഷയം വന്നാൽ പോലും ഇവർക്ക് മാനസികമായ വിഷമങ്ങൾ വരികയും കണ്ണ് നിറഞ്ഞു വരുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ സ്വന്തം ബന്ധങ്ങൾ, സഹോദരങ്ങൾ എന്നിവരോടൊക്കെ തന്നെ വളരെയധികം ഇഷ്ടമൊക്കെ വർദ്ധിക്കുക തന്നെയായിരിക്കും ഇവർക്ക്. എപ്പോഴും വളരെ ഹൈഫൈ ആയിട്ട് ചിന്തിക്കുന്ന വ്യക്തികളാണ്. കാരണം എന്തും നല്ല രീതിയിൽ ആകണം, ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുള്ള വ്യക്തികളാണ്. അതുകൊണ്ട് തന്നെ ഒരു വീടാണെങ്കിലും ശരി, വലിയ വീട് വെക്കണം, കാറാണെങ്കിലും നല്ലത് വാങ്ങണം, തൊഴിലാണെങ്കിലും നല്ല ജോലി ലഭിക്കണം, എന്തും ഏതും എപ്പോഴും നല്ല ആക്റ്റീവായി ഇരിക്കുവാനായിട്ട് ആഗ്രഹിക്കും ഇവരൊക്കെ. മധുരമുള്ള ഭക്ഷണങ്ങളോടൊക്കെ തന്നെ ഇവർക്ക് വളരെയധികം പ്രിയം തന്നെയാണ്. അതുകൊണ്ട് ഐസ്ക്രീമൊക്കെ ആണെങ്കിലും ഇവർക്ക് വളരെയധികം പ്രിയപ്പെട്ട ഒരു ഭക്ഷണമായിരിക്കും. അതുപോലെ ഇവരൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഒരു യാത്രയൊക്കെ പോവുകയാണെങ്കിൽ ഒരു 2 ഡ്രസ്സൊക്കെ തന്നെ എക്സ്ട്രാ എടുത്ത് വയ്ക്കുന്ന ഒരു സാഹചര്യം. അതുപോലെ ബാഗാണെങ്കിലും ഒക്കെ വലിയ വില കൂടിയ നല്ല ക്വാളിറ്റിയുടെ ആയിട്ടുള്ള സാധനങ്ങളായിരിക്കും ഇവർ വാങ്ങാനൊക്കെ ആഗ്രഹിക്കുക. എന്തും ഏതും നല്ല രീതിയിൽ തന്നെ ആവണമെന്നാണ്. ഇപ്പോൾ സ്ത്രീകളൊക്കെ ആണെങ്കിൽ തന്നെ മേക്കപ്പ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ അവർക്കൊപ്പം ക്വാളിറ്റീഡ് ആയിട്ടുള്ള നല്ല സാധനങ്ങളൊക്കെ വേണമെന്ന ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. കാരണം ശുക്രൻ്റേതായ ഒരു വീടും കൂടെയാണ് ഈ ഇടവം രാശി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും നല്ല ഭംഗിയോടുകൂടി അഴകായിട്ടൊക്കെ പ്രസൻറ്റിങ് പവറിലൂടെ നിൽക്കണമെന്നുള്ള ആഗ്രഹങ്ങളൊക്കെയും ഇവർക്ക് ഉണ്ടാകും. ഇടവം രാശിയുടെ സിമ്പൽ തന്നെ ഒരു കാളയുടേതായ ഒരു രൂപമാണ്. അതുകൊണ്ട് തന്നെ ഈ കാള എന്ന് പറയുന്നത് എപ്പോഴും തന്നെ അധ്വാനിച്ചുകൊണ്ടേയിരിക്കും. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്ത് മേഞ്ഞ് നടക്കുന്ന ഒരു കാര്യമാണ്. കാരണം അതുകൊണ്ടാണ് വയലിലൊക്കെ പൂട്ടാനൊക്കെ കാള എന്ന ഒരു വർഗ്ഗത്തിനെ തന്നെ ഇറക്കി അവരൊക്കെ ചെയ്യുന്നത്. കാരണം നല്ല രീതിയിൽ ഉழைക്കും. അതായത് അവർ അധ്വാനിക്കുമെന്നുള്ളതാണ് സത്യമായ ഒരു കാര്യം. അപ്പോൾ ഈ ഇടവം രാശിയിൽപ്പെട്ടവരൊക്കെ വളരെ നല്ല രീതിയിൽ അധ്വാനത്തിനെ കൊടുത്ത് അവർ നേട്ടങ്ങൾ നേടാനായിട്ട് പരമാവധി പരിശ്രമിക്കുകയും ചെയ്യും. കുടുംബത്തിൻ്റെതായ ഭാരങ്ങളൊക്കെ, ചുമതലകളൊക്കെ വളരെയധികം നല്ല രീതിയിൽ തന്നെ നിറവേറ്റുന്ന വ്യക്തികളും കൂടിയാണ് ഇവരൊക്കെ. അതുകൊണ്ട് തന്നെ കുടുംബത്തിലെ മൂത്ത അംഗമായിട്ടൊക്കെ ജനിച്ചു കഴിഞ്ഞാൽ അവരുടേതായ കുടുംബ ബാധ്യതകളൊക്കെ ഒരുപക്ഷെ തലയിലൊക്കെ ചുമന്ന് അതുകൊണ്ട് നല്ല രീതിക്ക് അധ്വാനം കൊടുത്ത് അവരെ കരകയറ്റി വിടുന്ന ഒരു സാഹചര്യങ്ങളും ഇടവം രാശിക്ക് ഉണ്ട്. രാശിയുടേതായ അധിപൻ ശുക്രനാണ്. എന്നാൽ 6ാം വീടായ ഋണ, രോഗ, ശത്രുസ്ഥാനത്തിൻ്റെതായ ആധിപത്യവും ശുക്രൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവർ തന്നെയായിരിക്കും എപ്പോഴും ശത്രുവായി മാറുക എന്നുള്ളത്. പരമാവധി ദേഷ്യപ്പെടാതെ ഇരിക്കാനൊക്കെ ശ്രമിക്കാം. എന്നാൽ ദേഷ്യം വന്നാലോ അത് ആരെയൊക്കെ കുത്തി മറിച്ചിടുമെന്നുള്ള കാര്യം അവർക്ക് പോലും ചിന്തിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം. കാരണം കാളയുടേതായ ഒരു പ്രവർത്തനം അങ്ങനെയാണ്. അതിനെ പ്രകോപിപ്പിച്ചു കഴിഞ്ഞാൽ അത് വല്ലാത്ത രീതിയിലായിരിക്കും ആ പ്രകോപിക്കുന്ന ആളിനോട് ഇടപഴകുക എന്നുള്ളത്. അതുപോലെ തന്നെയായിരിക്കും ഇവരുടേതായ പ്രകൃതവും. ഇതിൽ ആൺ പെൺ വ്യത്യാസമൊന്നുമില്ല. പ്രകോപനങ്ങൾ ഇവർക്ക് താങ്ങാൻ അപ്പുറമാണെങ്കിൽ ഇവർ പ്രതികരിക്കുക തന്നെ ചെയ്യും. ഇവരിൽ അധികം പേർ തന്നെ ദേവീ ക്ഷേത്രങ്ങളിൽ ഉള്ള പ്രാർത്ഥനകൾക്കും പൂജകൾക്കുമായിരിക്കും മുൻതൂക്കമൊക്കെ കൊടുക്കുക. അതുകൊണ്ട് തന്നെ ഇവരുടെ വീട്ടിൻ പരിസരത്ത് എവിടെയെങ്കിലുമൊക്കെ തന്നെ ഒരു 100 മീറ്റർ അകലേക്ക് ഒരു ദേവീ ക്ഷേത്രം ഉണ്ടായിരിക്കും എന്നുള്ളത് ഒരു ശരിയായ ഒരു കാര്യമാണ്. കാരണം അങ്ങനെയുള്ള ഇടങ്ങളൊക്കെ ആയിരിക്കും ഇവർ എപ്പോഴും തിരഞ്ഞെടുക്കുക എന്നുള്ളതും ഒരു സത്യം തന്നെയാണ്. മറ്റൊരു കാര്യം, സ്വന്തം ബന്ധങ്ങളോട് ഇവർക്ക് വലിയ മതിപ്പാണ്. അതായത് അച്ഛൻ, വല്യച്ഛൻ, ഇളയച്ഛൻ, അതുപോലെ അമ്മ, വല്യമ്മ, ഇളയമ്മ അങ്ങനെയുള്ള ബന്ധങ്ങൾ, അവരുടേതായ മക്കളും ഇങ്ങനെയൊക്കെയുള്ള ബന്ധങ്ങളുമൊക്കെ ഇവർക്ക് വളരെയേറെ വിലപ്പെട്ട ഒരു കാര്യമായിട്ടാണ് കാണുക. അപ്പോൾ എവിടെയാണെങ്കിലും ശരി സഹോദര സ്ഥാനം തന്നെയായിരിക്കും ഇവർ നിലനിർത്തി പോകുന്നതും അവർക്ക് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സഹായങ്ങളൊക്കെ ചെയ്യുന്ന ഒരു മനോഭാവങ്ങളൊക്കെ ഇവരുണ്ടാകും. ഇളയച്ഛൻ്റെ മകനാണ് അല്ലെങ്കിൽ ഇളയച്ഛൻ്റെ മകളാണ്, ഇങ്ങനെയൊക്കെയുള്ള രീതിയിലൊക്കെ ഇവർക്ക് വളരെയധികം സ്നേഹങ്ങളൊക്കെ ഉണ്ടാകും. ഇടവം രാശിക്കാരുടേതായ അമ്മ, അച്ഛൻ എന്നൊക്കെ കണക്കാക്കി നോക്കുമ്പോൾ ഇവിടെ അമ്മയ്ക്ക് വലിയ തോതിലുള്ള ഒരു മുൻതൂക്കമുണ്ട് എന്ന് തന്നെയാണ് പറയേണ്ടത്. കാരണം അവർ തന്നെയായിരിക്കും ആത്മാഭിമാനം നിലനിർത്താനുള്ള ഒരു പെടാപ്പാട് ഒക്കെ അവർക്കുണ്ടാവുകയും ചെയ്യും. അതിനായിട്ട് അവർ പരിശ്രമിക്കുന്ന ഒരു സാഹചര്യം തന്നെയായിരിക്കും ഉണ്ടാവുക. കാരണം അവർ എപ്പോഴും തന്നെ തൻ്റെ അഭിമാനത്തിനെ വിട്ടുകൊടുത്ത് ഒരു കാര്യങ്ങളും ചെയ്യുന്ന ഒരു പ്രകൃതം ഇവരുടെ ഇടവൻ രാശിക്കാരുടെ അമ്മയ്ക്ക് ഉണ്ടാകില്ല. അവർ എപ്പോഴും തല ഉയർത്തി നിൽക്കുവാനായിട്ടായിരിക്കും എപ്പോഴും ശ്രമിക്കുക.
കുടുംബത്തിന് ഉള്ളിൽ ആർക്കെങ്കിലും തന്നെ സ്വന്തം ബന്ധങ്ങൾക്കുള്ളിലായാൽ പോലും ചെറിയ ഒരു വിഷമം വന്നിരുന്നാൽ പോലും ഇവർക്ക് അത് വളരെയധികം മനസ്സിന് വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പാവം എന്ന് പറയുന്ന ഒരു അല്ലെങ്കിൽ കഷ്ടമായിപ്പോയി എന്ന് പറഞ്ഞാൽ അവർക്ക് ആദരവായി നിൽക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടാകും. ഇവിടെ ഇവരുടേതായ വിവാഹം കഴിഞ്ഞാൽ, അതായത് ഒരു ആണ് അവിടെ വിവാഹം കഴിച്ചു കൊണ്ടുവരുന്നത് എങ്കിൽ അവിടെ ആ മരുമകൾ അമ്മായിയമ്മ എന്ന ഒരു കൺസെപ്റ്റ് എടുക്കുമ്പോൾ അവർക്കിടയിൽ ഒരു അലോസരങ്ങളൊക്കെ ഉണ്ടാകുന്ന സാധ്യതകളുണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇടവം രാശിക്ക് ഇടവം രാശിക്കാർ തന്നെയാണ് ശത്രുവായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ ഒരു സ്ത്രീക്ക് മറ്റൊരു സ്ത്രീ തന്നെയായിരിക്കും ശത്രുവായിട്ട് വരുന്നതെന്നുള്ളതും വാസ്തവമാണ്. എല്ലാ രാശിക്കാർക്കും ഇങ്ങനെ ഒരു പ്രവണത ഉണ്ടെങ്കിലും ഇടവം രാശിക്ക് ഒരല്പം കൂടി ഒരു ധാർഷ്ട്യത്തിൻ്റെതായ ആ ഒരു മനോഭാവം അവിടെ വരും. സ്ത്രീകളും തമ്മിലുള്ള ഒരു മനോഭാവത്തിൽ വരുമ്പോൾ ആ ഒരു സ്വരച്ചേർച്ച ഇല്ലാത്ത ഒരു സാഹചര്യങ്ങളൊക്കെയും ഉണ്ടാകും. ഇവർക്ക് അധ്വാനത്തിൻ്റെതായ കാര്യത്തിൽ രാത്രിയെന്നോ പകലെന്നോ ഉള്ള വ്യത്യാസങ്ങളൊന്നുമില്ല. 24 മണിക്കൂർ ജോലി ചെയ്താൽ അവർക്ക് അതിൻ്റെതായ ഒരു പ്രതിഫലം ലഭിക്കുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ അതിനായിട്ട് അധ്വാനിക്കുക തന്നെ ചെയ്യും. കാരണം നാളത്തേക്ക് മാറ്റി വയ്ക്കില്ല എന്നുള്ളതാണ്. കാരണം ആ ഒരു അധ്വാനത്തിൻ്റെ ഫലം അന്നന്ന് വേണം എന്നൊരു ആഗ്രഹം കൊണ്ടാണ്. അത് ഒരു അല്പം കൂടുതൽ കിട്ടുമെങ്കിൽ അവർ അതിനനുസരിച്ച് അധ്വാനിക്കുകയും ചെയ്യും. പക്ഷേ ഇവരൊക്കെ തന്നെ സ്വന്തമായ ഇടത്ത് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നോക്കി മുന്നിലേക്ക് പോകാനാണെങ്കിൽ ഇവർക്ക് പരാജയമായിരിക്കും സൃഷ്ടിക്കുക. ഒരു 25 കിലോമീറ്ററൊക്കെ മാറി, അല്ലെങ്കിൽ ഒരു 25ഓ 50ഓ കിലോമീറ്റർ മാറിയൊക്കെ ഇവർ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് തൊഴിൽപരമായ രീതിയിലൊക്കെ ഇടപെടുകയാണെങ്കിൽ 100% ഇവർക്ക് ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു മുന്നേറ്റം ലഭിക്കും. കാരണം ഇവരുടേതായ അധ്വാനത്തിൻ്റെതായ പവർ അത്രയാണ്. അത് അറിയുന്നവർ അവരെ മുതലാക്കി എടുക്കുകയും ചെയ്യും. അവർക്ക് അതിൻ്റെതായ ശമ്പളം ലഭിക്കുകയും ചെയ്യുമെന്നുള്ളതാണ് സത്യം. ഇവർ എന്തെങ്കിലും രീതിയിൽ ഒരു സ്വത്ത്, അതായത് ഭൂമിയോ വീടോ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ഇവർ വാങ്ങുകയാണെങ്കിൽ അതിൽ ഏതെങ്കിലും വിധത്തിൽ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു കുരുക്ക് ഉണ്ടാകും എന്നുള്ളതും സത്യം തന്നെയാണ്. കാരണം ഒരു സാധാരണ ഇതിൽ മറ്റുള്ളവരുടെ വാക്ക് കേട്ടിട്ടായിരിക്കും ചെയ്യുക. പക്ഷേ കാശൊക്കെ കൊടുത്തതിന് ശേഷം അതിൻ്റെതായ പ്രശ്നങ്ങൾ തീർക്കുവാനായിട്ട് തന്നെ ഒത്തിരി കാലം ചെലവാക്കേണ്ട ഒരു സാഹചര്യങ്ങളും ഉണ്ടാകും. ഇവരുടെ അച്ഛൻ്റെതായ ഒരു കണക്ക് നോക്കുമ്പോൾ അദ്ദേഹത്തിന് എല്ലാ കാലവും ഒരു പോരാട്ടം തന്നെയായിരിക്കും ജീവിതം എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കണം. കാരണം ഒരുപാട് രീതിയിൽ അധ്വാനിച്ച് കഴിഞ്ഞിരുന്നാൽ തന്നെയും അത് വളരെയധികം നല്ല രീതിയിൽ ചിലവാക്കാനോ അല്ലെങ്കിൽ അതുകൊണ്ട് പ്രയോജനമില്ലാത്ത ഒരു സാഹചര്യം. കാരണം ഇവരുടെ ഭാര്യയ്ക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഒരു അസുഖമോ രോഗാവസ്ഥകളോ അല്ലെങ്കിൽ സ്വത്ത് സംബന്ധപ്പെട്ട രീതിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയോ അപ്പോൾ വളരെയധികം ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യവും ഉണ്ട്. ഇവർ ആർക്കെങ്കിലും വാക്ക് കൊടുത്താലോ അല്ലെങ്കിൽ ഇവർക്ക് ആരെങ്കിലും വാക്ക് കൊടുത്താലോ അതിൽ 100% സത്യസന്ധത പുലർത്തണം എന്ന് നിർബന്ധമുണ്ട്. കാരണം ഒരാളിൽ നിന്നും ഒരു 1000 രൂപ ഇന്ന് 5 മണിക്ക് വാങ്ങി എന്ന് കഴിഞ്ഞാൽ നാളെ 5 മണിക്ക് കൊടുക്കാമെന്ന് കൃത്യമായിട്ട് അത് കൊടുക്കാൻ ഉള്ള ഒരു വ്യഗ്രതയും അതിൻ്റെതായ ഒരു സമയം കഴിഞ്ഞു പോയാൽ അവർക്കുണ്ടാകുന്ന വെപ്രാളവും നമുക്ക് ചിന്തിക്കുന്നതിനും അപ്പുറം തന്നെയാണ്. ഇവരുടെ ജീവിതത്തിൽ ഒരു 20 വയസ്സിന് ശേഷമൊക്കെ ധാരാളം പണമൊക്കെ സമ്പാദിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് തൊഴിൽപരമായ രീതിയിൽ ധാരാളം പണമൊക്കെ നേടുന്നവർ അധ്വാനിച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ അതൊക്കെ തന്നെ സുഹൃത്തുക്കളാലോ മറ്റുള്ളവരാലോ ഒക്കെ തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യങ്ങളും ഉണ്ടാകും. ഇപ്പോൾ 1 കോടി രൂപ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ പോലും ഈ 20 വർഷത്തിനിടയിൽ അവർ എന്തെങ്കിലുമൊക്കെ നേടിയാലും നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യമാണ്. പിന്നീട് ആ നഷ്ടങ്ങളിൽ നിന്നുമാണ് അവർ വീണ്ടും തിരിച്ച് കരകയറാനായിട്ട് പരിശ്രമിക്കും. അതൊക്കെ അവർക്ക് വലിയ ജീവിത പാഠം വരികയും അതുകൊണ്ട് തന്നെ മുന്നേറുവാൻ പരിശ്രമിക്കുകയും വിജയിക്കുകയും ചെയ്യും. പക്ഷേ സ്വന്തം ഇടത്താകരുത്, ഒരല്പം മാറിയാവണം നിങ്ങളുടേതായ പ്രവർത്തനം. ചിലരൊക്കെ പാർട്ട്ണർഷിപ്പ് സംബന്ധപ്പെട്ട ബിസിനസ് ചെയ്ത് പണമൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും. അല്ലെങ്കിൽ ചിലരൊക്കെ സുഹൃത്തുക്കൾക്കൊക്കെ പണം കൊടുത്തിട്ട് അത് കിട്ടാത്ത അവസ്ഥ, അല്ലെങ്കിൽ വീട്ടിലെ കുടുംബത്തിലോ സഹോദരനോ സഹോദരിക്കൊക്കെ എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ട് അത് തിരിച്ച് കിട്ടാത്ത ഒരു അവസ്ഥയാണ്. പക്ഷേ ഇവർക്ക് ഒരു കാര്യമുണ്ട്. കൊടുക്കുന്ന സമയത്ത് ഇത് തിരിച്ച് കിട്ടില്ല, കാരണം ഇത് പ്രതീക്ഷിക്കരുത് എന്ന് പറയുകയാണെങ്കിൽ അവർ പിന്നീട് അതിനെക്കുറിച്ച് പ്രതീക്ഷിക്കില്ല. പക്ഷേ കൊടുക്കാം എന്ന് പറഞ്ഞ് വാങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ അത് പ്രതീക്ഷിക്കുകയും ആ സമയത്ത് അത് കിട്ടിയില്ലെങ്കിൽ അവർക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്ന സാഹചര്യമുണ്ട്. അത് ഇവർക്ക് വല്ലാത്ത രീതിയിലുള്ള മാനസിക സംഘർഷങ്ങൾക്ക് ഇടയാക്കും. കാരണം വാക്കിന് വലിയ തോതിലുള്ള വില കൽപ്പിക്കും ഇവരൊക്കെ. 45 വയസ്സിന് ശേഷം ഏതാണ്ട് നല്ല രീതിയിലുള്ള ഒരു മുന്നേറ്റം തന്നെയായിരിക്കും ഇവർക്ക് വരിക. കാരണം അധ്വാനിക്കാനുള്ള മനസ്സ് എപ്പോഴും ഉള്ളതുകൊണ്ട് തന്നെ ഇവർക്ക് ആ ഒരു സമയത്തിന് ശേഷമുള്ള ഒരു ഉയർച്ചയൊക്കെ വളരെ വലുതായിരിക്കും. ഇവർക്ക് മൂത്ത സഹോദരിയോ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ജീവിതമൊക്കെ വല്ലാത്ത ഒരു കലുഷിതമായ രീതിയിലായിരിക്കും അവരുടെ ഒരു ജീവിതം പോവുക. കുറച്ചു കാലം കഷ്ടതകളൊക്കെ അനുഭവിച്ച് ദുഃഖങ്ങളൊക്കെ അനുഭവിച്ചതിന് ശേഷം തന്നെയായിരിക്കും അവർക്കും ഒരു നല്ല ഒരു ലൈഫൊക്കെ ലഭിക്കുക.
ഇടവം രാശിക്കാരുടേതായ ഒരു കുടുംബ കണക്ക് നോക്കുമ്പോൾ ഇവിടെ അച്ഛൻ്റെ വഴിയിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഏറ്റവും കൂടുതൽ സ്ത്രീകളായിരിക്കും ഉണ്ടാകുക. അതായത് മാമി, അമ്മാവി ഇങ്ങനെയുള്ള കണക്കൊക്കെ നോക്കുമ്പോൾ ഇപ്പോൾ 4 സ്ത്രീയാണെങ്കിൽ ഒരു പുരുഷനായിരിക്കും അവിടെ ഉണ്ടാകുക. ഇദ്ദേഹത്തിൻ്റെ അച്ഛനെ കണക്കാക്കുമ്പോൾ അദ്ദേഹത്തിന് 4 സഹോദരങ്ങൾ ഉണ്ടാകാനാണ് സാധ്യതയായിട്ടുള്ളത്. കാരണം അത് സ്ത്രീകൾ ഏറ്റവും കൂടുതലായിരിക്കും ഇവരുടേതായ ആ ഒരു കുടുംബത്തിൽ. ഒരു തൊഴിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവർക്ക് പെട്ടെന്നൊരു ചിന്താഗതി വരും. മറ്റൊരു തൊഴിലും കൂടി ആരംഭിച്ചാലോ? അപ്പോൾ 2 ഇടത്ത് ഏതെങ്കിലും ഒരു രീതിയിൽ ഒരു ബിസിനസ്സിൽ നമുക്ക് വരുമാനം ഉണ്ടായി കിട്ടില്ലേ എന്ന ചിന്താഗതി ഉണ്ടാവും. ഇപ്പോൾ സ്പെയർ പാർട്സിൻ്റേതായ ഒരു കാര്യം നടത്തുകയാണെങ്കിൽ ഒരു വർക്ക്ഷോപ്പ് കൂടി തുടങ്ങിയാൽ നമുക്ക് അതിൻ്റേതായ രീതിയിൽ നമ്മുടെ വർക്ക് അല്ലെങ്കിൽ സമ്പാദ്യം മാറ്റിയെടുക്കാൻ കഴിയുമല്ലോ എന്ന ചിന്ത. അപ്പോൾ അതൊക്കെ ഇവർക്ക് പലപ്പോഴും ഗുണമായിട്ട് തന്നെയായിരിക്കും മാറുക എന്നുള്ളതാണ്. പക്ഷേ കൺട്രോളിംഗ് പവർ ഇവരിൽ തന്നെ ആകണമെന്നുള്ളതും സത്യമാണ്. അല്ലാതെ വരുമ്പോൾ മറ്റുള്ളവരെ വിശ്വസിക്കുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടും ഇവർ അനുഭവിക്കേണ്ട ഒരു സാഹചര്യം വരും. എപ്പോഴും മറ്റുള്ളവർക്ക് നന്മ ചെയ്യണമെന്നൊരു ആഗ്രഹവും അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്വഭാവം തന്നെയായിരിക്കും ഇവർക്കുണ്ടാവുക. പിന്നീട് ഇതൊക്കെ തന്നെയായിരിക്കും അവർക്ക് വിനയായിട്ട് മാറുകയും ചെയ്യുക. ഇടവം രാശിക്കാരനോ രാശിക്കാരിയോ ആയിട്ടുള്ള ഏതെങ്കിലും ഒരാൾ ഒരു കുടുംബത്തിനുള്ളിൽ ഉണ്ടെങ്കിൽ ആ കുടുംബത്തിൽ ഒരിക്കലും തന്നെ ഒരു കാര്യത്തിനും ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകില്ല എന്നുള്ളത് വാസ്തവമാണ്. കാരണം പണം സംബന്ധപ്പെട്ട രീതിയിൽ എന്തെങ്കിലും പ്രശ്നം വന്നാലും അവർക്കത് ഏതെങ്കിലും വഴിക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യം തന്നെയായിരിക്കും. അപ്പോൾ ഇവരുടെ വീട്ടിൽ നല്ല നല്ല വില കൂടിയ വസ്തുക്കളൊക്കെയും വാങ്ങിക്കുവാനും ഉള്ള ഒരു സാഹചര്യങ്ങളൊക്കെ സൃഷ്ടിക്കും. ഈ ഇടവൻ രാശിയിലുള്ള ആരെങ്കിലും ആ ഒരു കുടുംബത്തിലുണ്ടെങ്കിൽ ഇവർക്ക് ഉയർന്ന രീതിയിലുള്ള ഒരു ജീവിതം ആ കുടുംബത്തിലുള്ള എല്ലാവർക്കും തന്നെ ലഭിക്കുമെന്നുള്ളതും സത്യമാണ്. വിവാഹം കഴിഞ്ഞതിന് ശേഷം ഇവർക്ക് നല്ല ഒരു പേരൊക്കെ ലഭിക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ ആദ്യത്തെ കുട്ടി ജനിച്ചതിന് ശേഷവും ഇവർക്ക് സമ്പത്തുപരമായ രീതിയിലൊക്കെ ഒരു ഉയർച്ചയൊക്കെ വരുന്നതായിട്ടൊക്കെ കാണുന്നതായിട്ടും ധാരാളം കണ്ടിട്ടുണ്ട്. ഇവരുടെ പൂർവികമായ കുടുംബ ബന്ധങ്ങളെക്കുറിച്ച് അച്ഛൻ, അപ്പൂപ്പൻ, അമ്മ, അമ്മൂമ്മ ഇങ്ങനെയുള്ള ഇടങ്ങളെ കണക്കാക്കി നോക്കുമ്പോൾ ആ ഒരു രീതിയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഇവരെ എപ്പോഴും അലട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ചിലർക്കൊക്കെ ആദ്യത്തെ കുട്ടി ജനിച്ചതിന് ശേഷം കുറച്ച് കഷ്ടതകളൊക്കെ വന്നു ചേരുന്ന സാഹചര്യവുമുണ്ട്. നേരത്തെ പറഞ്ഞു അങ്ങനെയാണെങ്കിലും പക്ഷേ കുറച്ച് കഷ്ടതകൾ വന്നതിന് ശേഷം ഇവർക്ക് നല്ല ഉയർച്ചകൾ വരുന്നതായിട്ടും ഉണ്ട്. അങ്ങനെയുള്ള ധാരാളം അനുഭവങ്ങളും ഉണ്ടെന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ചിലർക്ക് ആ ഒരു കണക്റ്റിവിറ്റി കറക്റ്റായിട്ട് നിൽക്കുമ്പോൾ നല്ല രീതിയിൽ മുന്നിലേക്ക് പോവുകയും മറ്റുള്ള ചിലർക്ക് ആ ഒരു ആദ്യത്തെ കുട്ടി ജനിച്ചതിന് ശേഷം ചില പ്രശ്നങ്ങൾ കടന്ന് വേണം അവർക്ക് വിജയിക്കുവാൻ എന്നുള്ളതും വാസ്തവമാണ്. അമ്മയുടെ സഹോദരൻ അതായത് അമ്മാവനുമായിട്ടൊക്കെ നല്ല ബന്ധത്തിലായിരിക്കും. പക്ഷെ പെട്ടെന്ന് ഒരു ദിനത്തില് അദ്ദേഹവുമായിട്ട് വലിയ രീതിയിലുള്ള പിണക്കം ഉണ്ടാകുന്ന സാഹചര്യങ്ങളും ഉണ്ടാകും. ഇതുമല്ലെങ്കില് നല്ല രീതിയില് നല്ല ജീവിതമൊക്കെ നയിച്ചു വരുന്ന ഒരു വ്യക്തിക്ക് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ രോഗാവസ്ഥകളൊക്കെ വരികയോ അങ്ങനെയൊക്കെ ചെയ്ത് കുറെ പണമൊക്കെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമൊക്കെ വന്നു ചേരുന്ന ഒരു സമയം കൂടിയായിരിക്കും. അപ്പോൾ അങ്ങനെ അതിൽ കുറെ കഷ്ടതകളൊക്കെ അനുഭവിക്കേണ്ട സാഹചര്യങ്ങൾ വരും. അത് നന്നായിരിക്കുന്ന വ്യക്തിയെ പൊടുന്നനെ നാശത്തിലേക്ക് വഴുതി വീഴുന്ന ഒരു സാഹചര്യം മനസ്സിലാക്കാം. അമ്മാവന്റെ കാര്യത്തിലേക്ക് നോക്കുന്ന സമയത്ത് ചിലർക്ക് വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലെങ്കിലും അവർക്ക് ഏതെങ്കിലും ഒരു രീതിയിൽ നല്ല ധനം ഉണ്ടാകുന്ന ഒരു സാഹചര്യവും ഉണ്ടാകും ഈ ഇടവം രാശിക്കാരുടേതായ. ഇവർ തന്നെ വിവാഹമൊക്കെ കഴിഞ്ഞ് വരാൻ സമയത്ത് ഈ സ്ത്രീകൾക്ക് പലപ്പോഴും ആഭരണം ധരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാകും. കാരണം വന്ന് കയറി കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ അത് ബാങ്കിലോ മറ്റെവിടെയെങ്കിലും പണയം വയ്ക്കുകയോ വിൽക്കുകയോ ചെയ്യുന്ന ഒരു സാഹചര്യം. അത് പിന്നീട് വിൽക്കുന്നവരാണെങ്കിൽ പിന്നീട് വീണ്ടും വാങ്ങും, വീണ്ടും വിൽക്കും. പണയം വയ്ക്കുകയാണെങ്കിൽ ഇതുപോലെ തന്നെ അത് പലപ്പോഴും അത് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം തന്നെയായിരിക്കും ഇവർക്ക് ഉണ്ടാവുക എന്നുള്ളതാണ്. സ്ഥായിയായി അതിനെ ഉപയോഗിക്കുവാൻ കഴിയില്ല. തൊഴിൽപരമായ രീതിയിലും ഒരിടത്തും സ്ഥായിയായി നിലകൊള്ളുന്ന ഒരു സാഹചര്യമില്ല. ഇപ്പൊ എത്ര വലിയ ഒരു ജോലിയാണെങ്കിലും ശരി അവർക്കത് നല്ല ശമ്പളം കിട്ടിക്കൊണ്ടിരിക്കും. അതിനെ ഉപേക്ഷിച്ച് മറ്റൊരു ജോലിയെ തേടുന്ന ഒരു സാഹചര്യമുണ്ട്. പലപ്പോഴും തന്നെ ഒന്നിൽ നിന്നും കൺവേർട്ട് ചെയ്ത് മറ്റൊന്നിലേക്ക് മാറി അവിടെ ഉപേക്ഷിച്ച് പോകുന്ന സാഹചര്യങ്ങളും ഇവർക്കുണ്ടാകും. ഒരിക്കൽ എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് രണ്ടാമത് ഇവർ അത് ചേർക്കുവാനായിട്ട് ശ്രമിച്ച് അത് നേടിക്കഴിഞ്ഞാൽ പിന്നീട് അതൊരിക്കലും നഷ്ടപ്പെട്ടു പോവുകയുമില്ല. ആരോഗ്യപരമായ കാര്യത്തെക്കുറിച്ചിട്ടാണെങ്കിൽ ഇവർക്ക് കണ്ണുകൾക്ക് പ്രശ്നമുണ്ടാകും. അതുപോലെ തന്നെ കിഡ്നി സംബന്ധപ്പെട്ട സ്റ്റോൺ സംബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ വരുന്ന ഒരു സാഹചര്യം. ഇവരുടേതായ ഫുഡ് കൺട്രോളിംഗ് ഒക്കെ ഇല്ലാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് ഇവർക്ക് ചില പ്രശ്നങ്ങളൊക്കെയും വന്നു ചേരുന്നത്. അതുകൊണ്ട് തന്നെ ആഹാരം സംബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഒരു ക്രമീകരണം വരുത്തി മുന്നിലേക്ക് പോയാൽ ഇത്തരം സാഹചര്യങ്ങളെയൊക്കെ ഒഴിവാക്കാം. ഇടവം രാശിക്കാർക്ക് വ്യാഴം അതുപോലെ ബുധൻ 2 ഗ്രഹങ്ങളും ഒരുമിച്ച് ഇരിക്കുന്ന ഒരു സാധ്യത ഏതെങ്കിലും ഒരു അവസ്ഥയിലുണ്ടെങ്കിൽ അവർക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു നല്ല രീതിയിലുള്ള മുന്നേറ്റം എപ്പോഴും ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. കാരണം തോറ്റു പോകില്ല എന്നുള്ള ഒരു സാഹചര്യം അവർക്ക് വരികയും ചെയ്യും.
ഇടവം രാശിക്കാര് ശനിയാഴ്ച ദിനങ്ങളിൽ ധർമ്മശാസ്താവിനെയോ ശനി ഭഗവാനെയോ ഒക്കെ പ്രാർത്ഥിക്കുന്നത് വളരെയധികം നല്ല ഫലത്തെ പ്രദാനം ചെയ്യും. കാരണം ശനീശ്വരൻ തന്നെയാണ് നിങ്ങൾക്ക് പല വിധത്തിലുള്ള യോഗങ്ങളും നൽകുന്നതെന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കിയിട്ടാണ് ഞാനിത് പറയുന്നത്. ശനിയാഴ്ച ദിവസങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഒരു നല്ല കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഒരു തൊഴിൽപരമായ രീതിയിലോ മറ്റെന്ത് കാര്യത്തിനാണെങ്കിലും ശരി, നിങ്ങളൊരു ശനിയാഴ്ച ദിനം നിങ്ങൾ ശനി ഭഗവാനെ പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾ ഇറങ്ങി നോക്കുക. നിങ്ങൾക്ക് വിജയം ഉണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാകും. അതേമാതിരി തന്നെ വർഷത്തിൽ ഒരു ദിനമെങ്കിലും രാമേശ്വരത്തേക്ക് പോയി പ്രാർത്ഥനയൊക്കെ നടത്തി വരുന്നത് നിങ്ങൾക്ക് വലിയ തോതിലുള്ള വിജയത്തെ നൽകും. അപ്പോൾ ഇനിയും ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയാനായിട്ടുണ്ട്. മറ്റൊരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുന്നിൽ വീണ്ടും എത്തുന്നതായിരിക്കും.